പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. വെളിപാടിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദിജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ കൃപയും വലിയ സമാധാനം ആശംസിക്കുകയാണ്. അഭിഷേകാഗ്നി ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കി. തലേദിവസം ശനിയാഴ്ച ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറച്ച് ഉപവാസം എടുക്കുന്നുണ്ട്. അതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അഭിയന്യ പീറ്റർ പിതാവിൻ്റെയും ജക്ക് മടത്തൂർ പിതാവിൻ്റെയും അതുപോലെ വട്ടാലച്ചൻ്റെയൊക്കെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ പുത്തൻ കൃപകൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ശുശ്രൂഷയുടെയും അധിപതി പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശുശ്രൂഷയും നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് നമ്മുടെ ശുശ്രൂഷകളെ മുഴുവനും സമർപ്പിച്ച് തുടർന്നുള്ള ഈ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം, അതുപോലെ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടുതൽ വർദ്ധിക്കാനും നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത യേശുക്രിസ്തുവിനെ കുറേയും കൂടെ ആഴത്തിൽ സ്നേഹിക്കാനും കർത്താവ് നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നമുക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകുന്ന കാറ്റേ കടന്നു വരണമേ, അഭിഷേകം ചെയ്യണമേ, ഓരോ മകനെ മകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ലോകമെമ്പാടും കത്തിപ്പടരുന്ന ശുശ്രൂഷയാക്കി ഉയർത്തി നന്ദി പറയുന്നു. ഈശോയെ, ശുശ്രൂഷ പങ്കെടുക്കുന്നവർക്ക് നിങ്ങളുടെ നാമത്തിൽ വിടുതലുകൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. അഭിഷേകം പകരുന്ന കാറ്റേ, കൈകളടിച്ചു പാവന കാറ്റേ, പ്രാർത്ഥിക്കുന്നു. അഭിഷേകം പകരുന്ന കാറ്റേ, പാവന കാറ്റേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ. ചാരം മൂടിയ
കനലിനെ വീണ്ടും Holy Spirit. അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. അഭിഷേകം പകരുന്ന കാറ്റേ, പ്രാർത്ഥിക്കുന്നു. റൂഹായ പാവന കാറ്റേ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ. ഓ പരിശുദ്ധാത്മാവേ, എസെക്കിയേൽ പ്രവാചകൻ വചനം പറഞ്ഞപ്പോൾ അസ്ഥികളുടെ മേൽ ജീവൻ വ്യാപരിച്ചു. വചനത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഓരോ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ. ജീവൻ പോയ ജീവിതങ്ങളിലേക്ക് യേശുനാമത്തിൽ ജീവൻ ഉണ്ടാകട്ടെ. അത്ഭുത അഭിഷേകം കത്തി കത്തി പടരട്ടെ. പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ, പ്രവാചകൻ വചനം ഘോഷിച്ചപ്പോൾ ജീവൻ പകർന്ന കാറ്റേ. അസ്ഥികൾ കിറുകിറ ശബ്ദത്തോടെ സൈന്യമായി നിരന്നതുപോലെ, അസ്ഥികൾ കിറുകിറ ശബ്ദത്തോടെ സൈന്യമായി നിരന്നതുപോലെ. വീശണമേ വീണ്ടും, വീശണമേ വീണ്ടും, വീശണമേ വീണ്ടും. ഓരോ യുവതിവാക്കന്മാരെ അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ, അഭിഷേകം പകരുന്ന കാറ്റേ, റൂഹായ പാവന കാറ്റേ. ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, ചാരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ, അഗ്നിയായി മാറ്റണമേ. ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വീണ്ടും ബലം നൽകുന്ന പരിശുദ്ധാത്മാവേ, വീണ്ടും ഉണർത്തുന്ന പരിശുദ്ധാത്മാവേ, കരുണയുള്ള പരിശുദ്ധാത്മാവേ, പെയ്തിറങ്ങണമേ. അഭിഷേകമായി, കൃപകളായി, രോഗശാന്തികളായി, മാനസാന്തരങ്ങളായി, വിടുതലായി, അത്ഭുത പ്രവൃത്തികളായി പരിശുദ്ധാത്മാവേ ഓരോ മകനിലേക്കും മകളിലേക്കും കത്തി കത്തി പടരണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, കഴിഞ്ഞ കാലങ്ങളിൽ എളിയ ശുശ്രൂഷകളിലൂടെ അങ്ങ് ചെയ്ത കൊടാനുകൂടി നന്മകൾക്ക് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരും അങ്ങ് തൊട്ടനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ മേലും അങ്ങ് കൈകൾ ചേർത്ത് വെക്കണമേ. യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശീർവദിക്കുന്നു. കൃപ എല്ലാവരുടെ മേലും നിറയട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരുന്ന് കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്ത ഒത്തിരി നന്മ ഉണ്ടല്ലോ. ഒരു കാര്യം, ഒരു സാക്ഷി നമ്മളിപ്പോൾ കേട്ട് കർത്താവിൻ്റെ വചനം നമ്മൾ ശ്രവിക്കാൻ ഒരുങ്ങുകയാണ്. എൻ്റെ പേര് സാന്ദ്ര, ചെമ്പനോട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് 2020 ഒരു ഫെബ്രുവരി മാസം ഞങ്ങൾ ആസാമിലായിരുന്നു. ആ സമയത്ത് ഒരു കഠിനമായ വയറുവേദനയായിരുന്നു. ആ ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 3 സിസ്റ്റുകളാണുള്ളത്, വലിയത്, അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. മരുന്ന് തന്നു വിട്ടു. പക്ഷേ വേദന സഹിക്കാൻ പറ്റുന്നില്ല. 9 ഗുളികകളോളം ഞാൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഒരു തരത്തിലും വേദന കുറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു CT ചെയ്യണമെന്ന്. CT ചെയ്തു. CTയിലും വലിയ മുഴകളാണ്, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അത് ട്വിസ്റ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു, പൊട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അവർ പറഞ്ഞു MRI ചെയ്യണം. അപ്പോൾ 2-3 ദിവസം കൂടെ എടുക്കേണ്ടി വരും ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ആൻറ്റി പറഞ്ഞു, നീ യേശുനാമത്തിൻ്റെ ശക്തിയും രോഗികളുടെ നാഥൻ എന്നുള്ള പുസ്തകം വയറിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ രോഗികളുടെ നാഥൻ എന്നുള്ളൊരു പുസ്തകം ഞാൻ ആ വിശ്വാസത്തോടു കൂടി വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ആ വേദനയുടെ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, കരയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മണിയായപ്പോൾ എനിക്ക് എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് ആ ഒരാഴ്ചയുള്ള എൻ്റെ അനുഭവം അല്ല, പെട്ടെന്ന് എൻ്റെ രോഗം സൗഖ്യമായി. അത് കഴിഞ്ഞ് 2 ദിവസം കൂടെ കഴിയുമ്പോഴായിരുന്നു എനിക്ക് MRI ചെയ്യേണ്ടത്. MRI ചെയ്യാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി. MRI ചെയ്ത് നോക്കുമ്പോൾ അതിൽ സിസ്റ്റ് കാണുന്നില്ല. അപ്പോൾ സിസ്റ്റ് കാണുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, ഈ അൾട്രാസൗണ്ടും CTയും ചെയ്തവർ വേറെയാണല്ലോ, അവർ ചെയ്തതിൻ്റെ കുഴപ്പമായിരിക്കുമെന്ന്.
അവർ വീണ്ടും ഞങ്ങളെ തിരിച്ചു വിട്ടിട്ട് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടറെ കൊണ്ട് ഒന്നുകൂടെ അൾട്രാസൗണ്ട് ചെയ്യിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ആ ഡോക്ടർ തന്നെ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അൾട്രാസൗണ്ടിലും സിസ്റ്റ് കാണുന്നില്ല. പിന്നെ അവർക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. അന്ന് പിന്നെ എനിക്ക് ഇതുവരെ വയറുവേദന ഉണ്ടായിട്ടില്ല. എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം തന്നു. ദൈവപിതാവിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, വിശ്വാസത്തിൻ്റെ കൃപ കിട്ടിയപ്പം രോഗികളുടെ നാഥൻ എന്ന പുസ്തകം അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു തോന്നൽ കൊടുത്തു. അപ്പം തന്നെ പുസ്തകം വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസ ചൈതന്യത്തോടെ പിതാവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു. ഓൾ ഓൺ എ സഡൻ മിറക്കിൾ സംഭവിക്കുകയാണ്. ഡോക്ടർമാർ ഇവരെ ഉറപ്പായിട്ടും ഇത് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇവർ നേഴ്സാണ്, ഹസ്ബൻഡ് നേഴ്സാണ്, ഇവർ ആർമി നേഴ്സാണ്. ആസാമിലെ ആർമിയിലാണ് ഇവർ. ആർമിയിൽ നേഴ്സാണോ? നേഴ്സാണ്. ഹസ്ബൻഡ് ആർമിയിൽ നേഴ്സ്, ഇദ്ദേഹം നേഴ്സ്. ഓക്കെ. ആ സമയത്താണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇവർ അഭിഷേകാഗ്നി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധമുള്ളവരാണ്. അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെയാണ് ഈ യേശുനാമത്തിൻ്റെ ശക്തിയുടെ പുസ്തക രോഗികളുടെ നാഥനും വയറ്റുന്ന വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഒറ്റ മണിക്കൂറാണ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒറ്റ മണിക്കൂർ. 2 മണിക്കാണ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. 3 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ശക്തി, ആ വേദനയൊന്നും ഇല്ലാതെ എനിക്ക് പെട്ടെന്ന് വാഷ്റൂം പോകാനും എന്തോ ഒരു ഉണർവ് എനിക്ക് തന്നു. ആ 1-1.5 ആഴ്ച കിടന്ന് ഞാനല്ല, പെട്ടെന്ന് ഒരു അത്ഭുതം നടക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തി വലിയ സന്തോഷത്തെ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. അടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. വാഗ്ദത്തം ചെയ്തവൻ അകലുകില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, എത്രയോ വലിയ അത്ഭുതമാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്. അവൻ നമ്മുടെ എല്ലാ ബലഹീനതകളും ഏറ്റെടുക്കുകയാണ്, രോഗങ്ങൾ വഹിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരിയുടെ രോഗങ്ങൾ കർത്താവ് അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് യേശു കർത്താവ് ആ കുരിച്ചതെല്ലാം ഏറ്റെടുത്ത് സഹിച്ച് മരിച്ച് ജീവനും സൗഖ്യമെല്ലാം നൽകുകയാണ്. കൊടാനുകൂടി നന്ദി ഈശോയ്ക്ക് കൊടുക്കുക. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. വെളിപാട്, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1:7. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. ഹല്ലേലൂയ. Hallelujah. ഇംഗ്ലീഷിലും കൂടെ ഞാൻ വായിക്കാം. ലുക്ക്, ഹി ഈസ് കമ്മിങ് വിത്ത് ദ ക്ലൗഡ്സ്, എവറി ഐ വിൽ സീ ഹിം, ഈവൻ ദോസ് ഹു പിയേഴ്സ്ഡ് ഹിം, ആൻഡ് ഓൺ ഹിസ് അക്കൗണ്ട് ഓൾ ദ ട്രൈബ്സ് ഓഫ് ദി എർത്ത് വിൽ വെയിൽ. സോ ഇറ്റ് ഈസ് ടു ബി. ആമേൻ. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനോഹരമായ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു അവിടുന്ന് മേഘങ്ങളിൽ വരും, അവിടുന്ന് ആഗതനാകും. അവിടുന്ന് ആഗതനാകുന്ന സമയത്ത് ഓരോ മിഴിയും അവിടുത്തെ കാണും. ഒരുപക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, വിശ്വസിക്കാത്തവരായിരിക്കാം. ആരെങ്കിലും ആകട്ടെ, വചനം പറയുകയാണ്, ഓരോ മിഴിയും അവനെ കാണും, ഓരോ മിഴിയും അവിടുത്തെ കാണും. എന്നിട്ട് അത് മാത്രമല്ല, അവനെ കുത്തിമുറിവേൽപ്പിച്ചവർ, അവനെ പ്രതി മാറത്തടിച്ച് വിലപിച്ചവർ, അവരെല്ലാം അവനെ കാണും. വലിയൊരു പ്രത്യാശയുടെ വചനമാണിത്. എന്ന് മാത്രമല്ല, കുത്തിമുറിവേൽപ്പിച്ചവർ, കർത്താവിനെ പലതരത്തിൽ കുത്തിമുറിവേൽപ്പിച്ചവർ അവൻ്റെ മുറിവിലൂടെ തന്നെ സൗഖ്യം പ്രാപിക്കുകയാണ്. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരുപാട് 1:7 നമുക്ക് ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് അർത്ഥം മനസ്സിലാക്കി എന്ന് വായിക്കാം. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കർത്താവിനെ കുത്തി മുറിവേൽപ്പിച്ച
ഓരോ വ്യക്തികളും ആ മുറിവിലേക്ക് നോക്കി സൗഖ്യം പ്രാപിക്കുന്ന വലിയ കൃപ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 12 വേഴ്സ് 10. അവിടെ കർത്താവിൻ്റെ അത്ഭുതകരമായ വചനം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് സക്കറിയ പ്രവാചകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന മനോഹരമായ കാര്യം ഇതാണ്: ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറൂസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. ഹല്ലേലൂയാ, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുത്തി മുറിവേൽപ്പിച്ചവരെ നോക്കി വിലപിക്കുക എന്നുള്ളതാണ് രക്ഷ പ്രാപിക്കാനും അഭിഷേകം പ്രാപിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കുത്തി മുറിവേൽപ്പിച്ച നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കി നിലവിളിക്കുക. അവൻ്റെ ആ മുറിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന അത്ഭുതകരമായ രക്തം കൊണ്ടും അത്ഭുതകരമായ ജലം കൊണ്ടും അവിടെ നമ്മളെ കഴുകുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത മനോഹരമായ പ്രാർത്ഥന: ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 34. എന്നാൽ പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെടുകയാണ്. നിങ്ങൾക്കറിയാം, ഈ പട്ടാളക്കാരനെ കുറിച്ചുള്ള മനോഹരമായ പാരമ്പര്യം. അയാൾക്ക് ബ്ലൈൻഡായിരുന്നു, അയാൾക്ക് കണ്ണിന് കാഴ്ചശക്തി കുറവായിരുന്നു. ഇയാളിങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ വിലാപ്പുറത്ത് കുത്തിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ അവസാനത്തെ തുള്ളി ചോരയും അവസാനത്തെ തുള്ളി നീരും ഈ കണ്ണുപൊട്ടൻ്റെ ആ കണ്ണിലേക്ക് വീണു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അഗസ്തീനോസ് അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയണത്, ഇതിൻ്റെ പേര് ലോങ്കിനോസ്. ആദിമസഭയിൽ മുതൽ ഈ ലോങ്കിനോസിനോടുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഈ ലോങ്കിനോസ് ഈ ഒരു കാഴ്ച തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ മാനസാന്തരപ്പെട്ടു. നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അയാൾ കുന്തം കൊണ്ട് കുത്തി അയാൾ തകർത്ത ആ കർത്താവിൻ്റെ നിന്നും തന്നെ സൗഖ്യം നിറയുകയാണ്. അയാൾക്ക് അത്ഭുത സൗഖ്യം കഴിഞ്ഞപ്പോൾ അയാൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. പട്ടാളത്തിൽ ജോലി വേണ്ടാന്ന് വെച്ചു. യേശുവിനെ സാക്ഷ്യം വഹിച്ചു. മാമോദിസ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, കുറെ കഴിഞ്ഞപ്പോൾ അയാൾ രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നാണ് പറയണത്. അദ്ദേഹത്തിൻ്റെ പേരിൽ പോലും പള്ളികളുണ്ട്. അദ്ദേഹത്തിന് വിശുദ്ധനായിട്ട് സെയിന്റ് ലോങ്കിനോസ് എന്ന് സഭ വണങ്ങുന്നുമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. അപ്പോൾ ഞാനും നിങ്ങളും കുത്തിമുറിവേൽപ്പിച്ച ആ കർത്താവിലേക്ക് നോക്കുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് രക്ഷയുള്ളത്. ഒരുപക്ഷെ നമ്മൾ പലതരത്തിലുള്ള പാപത്തിലൂടെ കർത്താവിനെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ആ കർത്താവിൻ്റെ ആ മുറിവിലേക്ക് നോക്കി നമ്മൾ വിലപിക്കണം. അതാണ് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12:11 മുതൽ 14 വരെ. പ്രിയപ്പെട്ടവരെ, അതിൽ പല രീതികളിലുള്ള ആളുകൾ വിലപിക്കുന്നതിനെക്കുറിച്ചാണ്. അന്ന് ഹദ്രിമ്മോനെ പ്രതി മെഗിദോ സമുദ്രത്തിലുണ്ടായ വിലാപം പോലെ ജെറൂസലേം വിലപിക്കും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ വലിയ ശക്തനായ കൃപയുള്ള രാജാവായിരുന്നു ജോസിയ. അദ്ദേഹം കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ, ജെറൂസലേം നിവാസികൾ വിലപിച്ചു. അതുപോലൊരു വിലാപത്തെക്കുറിച്ച് പറയുകയാണ്. വീണ്ടും പറയുകയാണ്, ദേശത്തെ ഓരോ ഭവനവും പ്രത്യേകം വിലപിക്കും. ദാവീദ് ഭവനവും അവരുടെ സ്ത്രീകളും, നാഥാൻ ഭവനവും അവരുടെ സ്ത്രീകളും, ലേവി ഭവനവും അവരുടെ സ്ത്രീകളും, ഷിമേയി ഭവനവും അവരുടെ സ്ത്രീകളും, മറ്റു ഭവനങ്ങളും അവരുടെ സ്ത്രീകളും പ്രത്യേകം വിലപിക്കും. അതായത് വിലാപം എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ആ കർത്താവിനെ നോക്കി വിലപിക്കണം. നമ്മുടെ ഓരോ മേഖലകളിലും വന്ന കുറവുകളെ ഓർത്ത് യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കി വിലപിക്കുമ്പോൾ വലിയ കൃപയും അനുഗ്രഹമാണ്. പറഞ്ഞ സന്തോഷത്തോടെ ഹല്ലേലൂയാ, യേശുവേ നന്ദി. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. അപ്പം നമ്മൾ യേശുവിൻ്റെ മുറിവിലേക്ക് നോക്കി നമ്മൾ വിലപിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ടാണ് തകർന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മുറിവേറ്റത്. ആ ഒരു വലിയ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി അനുഗ്രഹിക്കുകയാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. നമ്മൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഹെബ്രായ ലേഖനത്തിലൊരു വചനമുണ്ട്. ഹെബ്രായ ലേഖനം 6:6. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ വീണ്ടും പാപം ചെയ്ത് ക്രൂശിൽ നമ്മൾ തറച്ച ആ കർത്താവ്
അവിടുന്ന് ഒഴുക്കിയ പരിശുദ്ധ രക്തത്തിലൂടെയും വെള്ളത്തിലൂടെയാണ് നമുക്ക് രക്ഷയുള്ളത്. പഴയ നിമിത്തത്തിൽ സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പിൽ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി. മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് പ്രതിസന്ധികളുള്ളൊരു സമയമാണ് കുട്ടിക്കും. ധിക്കാരം കാണിച്ച് ഇസ്രായേൽക്കാർ ധിക്കാരം കാണിച്ചു. അപ്പോൾ മോശയും അഹ്റോനും ആകപ്പാടെ വിഷമിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതരം ധിക്കാരങ്ങൾ കാണിച്ചതാണ്. ധിക്കാരം കാണിച്ചെങ്കിലും ഈ പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളമാണ് സൗഖ്യം നൽകണത്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാം. സംഖ്യ 20:11. മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടി കൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവൻ നൽകുന്ന ജലം പ്രവഹിക്കുകയാണ്. ഒരുപക്ഷെ ധിക്കാരം കാണിച്ച, അനുസരണക്കേട് കാണിച്ച ജനമാണെങ്കിലും ഈ ജലം അവർക്ക് ജീവൻ നൽകുകയാണ്. നമ്മൾ പാപനിമിത്തം, നമ്മൾ പലതരത്തിൽ അശുദ്ധി കാരണം നമ്മുടെ കർത്താവിനെ നമ്മൾ കുത്തി മുറിവേൽപ്പിച്ചെങ്കിലും നമ്മളെ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കി വിലപിക്കുമ്പോൾ ആ കർത്താവിൻ്റെ വിലാപ്പുറത്തുനിന്ന് ഒഴുകുന്ന അത്ഭുത രക്തം കൊണ്ട്, അത്ഭുത ജലം കൊണ്ട് ഈശോ നമുക്ക് സൗഖ്യം നൽകുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. വീണ്ടും സംഖ്യ 20:12. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങളിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇതാണ് മെരീബായിലെ ജനം. അതായത് അനുസരണക്കേടും ധിക്കാരും എല്ലാം ജനം കാണിച്ചു. മോശയും അഹ്റോനും ദേഷ്യം വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് അനുസരണക്കേടെല്ലാം വന്നു അതിലൂടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മോശയ്ക്കും അഹ്റോനും ഇസ്രായേൽ ജനത്തെ ആനയിച്ച് കാനാൻ ദേശത്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം ധിക്കാരം കാണിച്ചു ജനം. എങ്കിലും ഒരു കാര്യം സത്യമാണ്, ഈ പാറയിൽ നിന്ന് വെള്ളമൊഴുകി. പ്രിയപ്പെട്ട, എൻ്റെ അരമായ വിവർത്തനത്തിൽ പറയണത് പാറയിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകിയെന്നാണ്. പാറയിൽ നിന്ന് വെള്ളവും രക്തവും ഒഴുകി. അത് പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയമാണ് സൂചിപ്പിക്കുന്നത്. ഈശോ പാറയാണ്. കൊറിന്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ആ കാര്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 10-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവരത് പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. ക്രിസ്തുവാണ്, ഈശോയാണ് ആ പാറ. ഈശോയാണ് ആ പാറ. ഇത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈശോ കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ ആ പാറ വീണ്ടും പിളർക്കപ്പെടുകയാണ്. രക്തവും വെള്ളവും വീണ്ടും ഒഴുകുകയാണ്. അതിൽ നിന്ന് നമ്മൾ പാനം ചെയ്യും, നമ്മൾ വിശ്വസിക്കും, നമ്മൾ അതിലേക്ക് നോക്കി ആവിട്ട് നിലവിളിക്കുന്നു. സൗഖ്യം കിട്ടുന്നു, വിടുതൽ കിട്ടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഭയിൽ സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ് എന്ന് പറഞ്ഞൊരു വിശുദ്ധയുണ്ട്. അവൾ ഒരുപാട് വർഷം വ്യഭിചാരത്തിൽ മുഴുകിയ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ ഒരിക്കൽ വിശുദ്ധ നാട് കാണാൻ വേണ്ടി അവൾക്കൊരവസരം ലഭിച്ചു. വിശുദ്ധ നാട്ടിൽ അവൾ ചെന്ന് ഒരു ദേവാലയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഉള്ളിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ അവളെ തടഞ്ഞു. കർത്താവ് അവളെ അനുവദിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നോക്കുമ്പോൾ പള്ളിയുടെ ഉള്ളിൽ ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ തിരുസ്വരൂപം കാണുകയാണ്. അവൾ ആ ഈശോയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവളുടെ ആത്മാവിലേക്ക് വലിയൊരു അനുതാപം പരിശുദ്ധാത്മ കൊടുത്തു. അവൾ വാവിട്ട് നിലവിളിച്ച് പറഞ്ഞ്, കർത്താവേ, ഒരു പ്രാവശ്യമെങ്കിലും ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് എനിക്കിന്ന് കരഞ്ഞ് അനുദപിക്കാൻ പറ്റിയാൽ ഞാൻ എൻ്റെ പാപമെല്ലാം ഞാൻ ഉപേക്ഷിക്കുമെന്ന് അവൾ ഒരു മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തപ്പോൾ പെട്ടെന്നൊരു അത്ഭുതകരമായ ശക്തി അവൾക്ക് ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു. അവൾ ദേവാലയത്തിൽ പ്രവേശിച്ച് ഈശോയെ നോക്കി അവൾ വാവിട്ട് നിലവിളിച്ചിട്ട് അവൾ പറഞ്ഞു, കർത്താവേ, എനിക്ക് വേണ്ടി നീ മുറിവേറ്റു, ഇനി ഞാൻ എൻ്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. അവൾ പാപത്തെ മുഴുവൻ ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല, അവൾ തുടർന്ന് ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ ജീവിതകാലം മുഴുവൻ താമസിച്ച് ജീവിച്ച് വലിയ വിശുദ്ധിയായിട്ട് അവൾ മരിക്കുകയാണ്. അവൾ മരിച്ചപ്പോൾ സഭ അവളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അവളൊരു വിശുദ്ധയാണ്. ചിന്തിച്ച് നോക്കിയേ, കുറേ വർഷങ്ങൾ അവൾ അശുദ്ധിയിലും മ്ലേച്ഛതയിലും കഴിഞ്ഞെങ്കിലും ക്രൂശിക്കപ്പെട്ട കർത്താവിലേക്ക് നോക്കി വിലപിച്ച് നിലവിളിച്ച് ആ മുറിവിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തം കൊണ്ട് അവളെ തന്നെ കഴുകി ശുദ്ധീകരിച്ച് വലിയ വിശുദ്ധിയായിട്ട് മാറി. ജഡിക പാപങ്ങളിൽ മുഴുകിയിരിക്കുന്ന അനേകർക്കുള്ള ഒരു വലിയ മധ്യസ്ഥയാണ് വിശുദ്ധയായിട്ടുള്ള മേരി. പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1432-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം നമ്മളെ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യഹൃദയം ദുഃഖാർത്ഥവും കഠിനമാക്കപ്പെട്ടതുമാണ്. ദൈവം മനുഷ്യനൊരു പുതിയ ഹൃദയം നൽകേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ തന്നിലേക്ക് തിരിയാൻ ഇടയാക്കുന്ന ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രഥമത മാനസാന്തരം.
കർത്താവെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. പുതിയ തുടക്കത്തിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകുന്നു. അടുത്താണ് വളരെ പ്രധാനം. ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം കണ്ടെത്തുമ്പോൾ നമ്മുടെ ഹൃദയം പാപത്തിൻ്റെ ഭീതിയും ഭാരവും കൊണ്ട് കുലുങ്ങുന്നു. പാപത്താൽ ദൈവത്തെ ദ്രോഹിക്കുന്നതിലും അവിടെ നിന്നുള്ള വേർപെട്ട് നിൽക്കുന്നതിലുമുള്ള ഭയം തുടങ്ങുന്നപ്പോഴാണ് നമ്മുടെ പാപങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കുന്നതിലൂടെയാണ് മനുഷ്യഹൃദയം മാനസാന്തരപ്പെടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വലിയ പാപമായിരിക്കും, നമ്മുടെ വലിയ ഭാരമായിരിക്കും. അപ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനസാന്തരത്തിലേക്ക് വരണം. ഒറ്റ കാര്യമുള്ളൂ, ആ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കി വാവിട്ട് നിലവിളിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കി വാവിട്ട് നിലവിളിക്കാൻ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇതാ, അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വ ഗോത്രങ്ങളും അവനെ ദർശിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ആ മുറിവിൽ നിന്നൊഴുകുന്ന അത്ഭുത രക്തം കൊണ്ട് വിടുതൽ പ്രാപിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിനെ നമ്മൾ കുത്തി മുറിവേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുറിവേൽപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കി നിലവിളിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അപ്പോഴാണ് സൗഖ്യം ഉണ്ടാകുന്നത്, അപ്പോഴാണ് വിടുതലുണ്ടാകുന്നത്, അപ്പോഴാണ് മോചനം ഉണ്ടാകുന്നത്. നമ്മുടെ കട്ടിപിടിച്ച ഹൃദയം ഉരുകുന്നത് അപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച്, എല്ലാ പാപകരമായ അവസ്ഥകളെയും പാപത്തിൻ്റെ എല്ലാ പ്രവണതകളെയും സമർപ്പിച്ച് 2 കരങ്ങളും ഉയർത്തി എല്ലാവരും ചേർന്നൊന്ന് വിളിക്കട്ടെ. യേശുവേ, 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 എൻ്റെ യേശുവേ, 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 ഹൃദയം നുറുങ്ങി. യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, കൈകൾ നെഞ്ചോട് ചേർത്ത് രക്തം ഈശോ ചൊരിഞ്ഞ നാഥ, എനിക്കായി മരിച്ച നാഥ. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും യേശുവിനെ ഏകരക്ഷകന് നാഥനുമായിട്ട് സ്വീകരിച്ച് ആ യേശുവിൽ നിന്ന് കിട്ടുന്ന സൗജന്യ രക്ഷ അനുഭവിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി മുറിവിലേക്ക് നോക്കി, അവൻ്റെ മുറിവിലേക്ക് നോക്കി വാവിട്ട് നിലവിളിക്കാൻ അഭിഷേകം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കട്ടെ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 എൻ്റെ യേശുവേ, ദൈവമേ, രാജാവേ, സ്നേഹമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 നാഥ, എനിക്കായി മരിച്ച നാഥ, എനിക്കായി മരിച്ച നാഥ.